ഹൃദയം കടന്ന സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഗംഗയെ താലി കെട്ടാനായിട്ട് വിനീത് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മരിച്ചു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് വിനീത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുന്നതെന്ന് പറയാണ് സുജാതയും ഗീതയും. അമ്മയും പെങ്ങളെയും മരണത്തിന് വിട്ടുകൊടുക്കാനാവാതെ പൊട്ടിക്കരിയാണ് വിനീത്. ഈ സമയം ഗംഗയും ശാരദയും കാവേരിയും യമുനയും നിളയും നിവിനും എല്ലാവരും നിവിനും വിനീതും ഒക്കെ വിനീത് വരുന്നത് കാത്ത് ക്ഷേത്രത്തിൽ ഇങ്ങനെ നിൽക്കണം. നിവിനെ അരികിലേക്ക് വിളിച്ചിട്ട് തിരുമേനി ചോദിക്കുന്നുണ്ട്, പെണ്ണ് റെഡിയാണ്, താലി റെഡിയാണ്, പയ്യൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറയാണ് ഇപ്പോൾ വരും, വന്നുകൊണ്ടിരിക്കുകയാണ് തിരുമേനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര നേരമാണ് കാത്തിരിക്കുക, എനിക്ക് വേറെ ജോലിയുള്ളതാ എന്നൊക്കെ പറയുമ്പോൾ നിവിൻ പറയാണ് ഒരു 10 മിനിറ്റ് ക്ഷമിക്ക്, പയ്യൻ ഉടനെ എത്തും എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റിൽ വരണം. നിവിൻ ടെൻഷനോട് കൂടിയിട്ട് മനസ്സിലിങ്ങനെ പറയാണ് വിനീതിൻ്റെ അമ്മ എന്തെങ്കിലും ഡ്രാമ കളിക്കുന്നുണ്ടായിരിക്കും, അതാണ് വിനീതിന് വരാൻ പറ്റാത്തത്. ഈ സമയം നിവിനെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുകയാണ് രാജേശ്വരി. അപ്പോൾ ആസിഫിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിവിൻ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, അവൻ എവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ ബാങ്കിൽ പോയി മാനേജറെ കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആസിഫ് പറയുന്നുണ്ട് നിവിൻ നേരത്തെ തന്നെ മാനേജറെ കാണാൻ പോയിരുന്നല്ലോ, നിവിൻ എവിടെ പോയാലും നമ്മൾ പറഞ്ഞേൽപ്പിക്കുന്ന ജോലിയെല്ലാം തീർത്തിരിക്കും എന്ന് പറയണം. അപ്പോൾ രാജേശ്വരി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ എവിടെ പോയതാണെന്ന് നിനക്കറിയാമോ. അപ്പോൾ ആസിഫ് പറയാനൊന്നും മടി കാണിച്ച് നിൽക്കുമ്പോൾ രാജേശ്വരി പറയുന്നുണ്ട് മനസ്സിലായി, നിനക്കറിയാം അവൻ എവിടെ പോയതാണെന്ന്, എന്നാൽ പറ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ വിനീതിൻ്റെ കല്യാണമാണ്. രാജേശ്വരി ചോദിക്കുന്നുണ്ട് കല്യാണമോ, ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ ആഴ്ചയും വിനീത് ഇവിടെ വന്നതല്ലേ. ആസിഫ് പറയാണ് എല്ലാവരെയും വിളിച്ചു നടത്താൻ പറ്റുന്ന ഒരു കല്യാണമല്ല ഇത്. രാജേശ്വരി ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയുള്ള കല്യാണമാണ്, ആരാ പെണ്ണ് എന്ന് ചോദിക്കുമ്പോൾ വിനീതിൻ്റെ അമ്മാവൻ്റെ മകളില്ലേ. രാജേശ്വരി ചോദിക്കുകയാണ് ആ കല്യാണം നടക്കില്ല എന്ന് അന്ന് അരവിന്ദൻ പറഞ്ഞതല്ലേ. അപ്പോൾ ആസിഫ് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് വിനീതിൻ്റെയും ഗംഗയുടെയും കല്യാണമാണ്, അതിനു വേണ്ടിയാണ് ഇവനും പോയത് എന്ന് പറയണം. അപ്പോൾ രാജേശ്വരി പറയാണ് പറഞ്ഞിട്ട് പോകത്തില്ലേ അവന്, ഇതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, എവിടെ വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആ ക്ഷേത്രമില്ലേ അവിടെ വെച്ചാണെന്ന് ആ ക്ഷേത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആസിഫ്. അങ്ങനെ ആസിഫ് അവിടെ നിന്ന് പോയതിന് ശേഷം രാജേശ്വരി ആണെങ്കിൽ ജയപാലിനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ജയപാലേട്ടാ ഇന്ന് വിനീതിനും ഗംഗയ്ക്കും കല്യാണമാണോ, നീ എന്തീ പറയുന്നത് എന്ന് ജയപാലൻ ചോദിക്കാം കേട്ടോ. അത് ഏട്ടനെ അറിയത്തില്ലേ, ഓ ഞാനോർത്തു ഏട്ടനെ അറിയാമായിരിക്കുമെന്ന്. ജയപാലൻ പറയണം എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, വിനീതിന് ഗംഗയെ കെട്ടിച്ചു കൊടുക്കണമെന്നായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ, ഞാൻ വെറുതെ ആ പെണ്ണിന് വേണ്ടിയിട്ട് ചെറുക്കനെ കണ്ടുപിടിച്ച് നിശ്ചയം വരെ എത്തിച്ചു, എന്നിട്ട് ഞാൻ നാണം കെട്ടുപോയില്ലേ എന്ന് പറയണം. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട് അത് എനിക്കും സഹിക്കാൻ പറ്റിയില്ല. ജയപാലൻ പറയാണ് ശരി നിശ്ചയത്തിൻ്റെ കാര്യം വിട്, കല്യാണത്തെ പറ്റി ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. രാജേശ്വരി പറയാണ് ആ വീടിന് വേണ്ടി ഓടി നടന്ന് ഓരോന്ന് ചെയ്ത ജയപാലൻ്റെ അവസ്ഥ ഇതാണ്, ഇവിടെ ഒരുത്തൻ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ജയപാലൻ പറയാണ് നിവിന് നമ്മളെ അപമാനിക്കുന്നിടത്ത് പോകാൻ വലിയ ഇഷ്ടമാണല്ലോ, ആ ശരി ഫോൺ വെക്ക്, ഞാൻ എന്താണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് ഗംഗയും വീട്ടുകാരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിനീത്. മനസ്സിലിങ്ങനെ പറയണം ഗംഗയെ ഞാൻ ഇന്ന് നിന്നെ കരയിപ്പിക്കില്ല, എങ്ങനെയെങ്കിലും ഞാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വിനീതിൻ്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ഇക്ക ഉണ്ടല്ലോ, അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ കല്യാണത്തിന് പോകാൻ ആരും ഇതുവരെ റെഡി ആയില്ലേ, ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വരണം. അപ്പോൾ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ചേട്ടനെ കണ്ടില്ല, അതാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് വിനീതിനെ കണ്ടില്ല, നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക പറയുന്നത്. അപ്പോൾ വിനീത് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ പറയുന്നുണ്ട് വാ വിനീതേ നമുക്ക് പോകാം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുജാതയും ഗീതയും. എങ്ങോട്ട് പോവാനാണ്, അതെന്താ അങ്ങനെ പറയുന്നത്, ഇന്ന് ഇവരുടെ കല്യാണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇവിടെ ആരുടെയും കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഒന്ന് മണപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അയാൾ. ഓ ഇങ്ങനെ ഒരു സീൻ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. സുജാത വന്നപ്പോൾ ഭയങ്കര മണ്ണെണ്ണയുടെ മണമുണ്ടല്ലോ. അമ്മയും മക്കളും ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ വന്നു, വിനീത് മാത്രമേ ഇനി വരാനുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ സുജാത പറയുന്നുണ്ട് എന്താ അഹങ്കാരം, അവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തോടെയല്ലേ, എനിക്ക് കല്യാണത്തിന് സമ്മതമാണോ അല്ലേ എന്നുള്ളതൊന്നും അവളുമാർക്കൊരു വിഷയമല്ല. അപ്പോൾ ഗീത പറയുന്നുണ്ട് അമ്മേ അവിടെ നിൽക്കട്ടെ അമ്മേ, അങ്ങനെ കാത്തു നിന്ന് അവസാനം കല്യാണം നടക്കുന്നില്ല എന്ന് മനസ്സിലായി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തിരിച്ചു പോട്ടെ. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞ് വിനീത് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ശാരദയോട് പറഞ്ഞത്, അമ്മായി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി ഒരു പ്രാവശ്യം കൂടി ഗംഗയുടെ കല്യാണം മുടങ്ങില്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ കല്യാണം നടക്കുമെന്ന്. വിനീത് പറയാണ് ഇക്ക ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാവോ, ഞാൻ അവിടെ വരും എന്ന് പറഞ്ഞ് അവരൊന്ന് ആശ്വസിപ്പിക്കാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീത പറയുന്നുണ്ട് ഈ കല്യാണം നടക്കില്ലെന്ന് പറ അവിടെ ചെന്നിട്ട് എന്ന് പറയണം. അവിടെ എല്ലാവരും
വിനീതിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ഇക്ക പൊക്കോ, ഞാൻ വന്നേക്കാം, എന്നാൽ പെട്ടെന്ന് വരണേ എന്ന് പറയണം. ഞാൻ വന്നേക്കാം, ഇക്ക ചെല്ല് എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കണം. അങ്ങനെ ക്ഷേത്രത്തിലെ എല്ലാവരും ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുകയാണ്. കാവേരി നിവിനോട് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിനീതേട്ടൻ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരും, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് കാവേരി ചോദിക്കുമ്പോൾ നിവിൻ ചോദിക്കുകയാണ്, എവിടെ പോയി നോക്കാനാ? കാവേരി പറയുന്നുണ്ട്, വിനീതേട്ടൻ്റെ വീട്ടിൽ, കല്യാണത്തിനുള്ള സമയം കഴിയാറായി. അവിടേക്ക് ഓടി വന്ന വിനീതിൻ്റെ കടയിലായി ആ ചേട്ടൻ ഇക്ക പറയുന്നുണ്ട്, പറയാണ് നിവിനോട് പറയുന്നുണ്ട്, വിനീത് എവിടെയെന്ന് ചോദിക്കുക കേട്ടോ നിവിനെ. അപ്പോൾ പറയുന്നുണ്ട്, വിനീത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിനീതേട്ടൻ്റെ വീട്ടിൽ ഇത്തിരി പ്രശ്നമാണ്. വിനീതിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല. അവർ നേരത്തെ മുതലേ അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിനീതിന് വന്നുകൂടെ ഇങ്ങോട്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കാര്യം അറിയാതെ സംസാരിക്കാതെ നിവിൻ. വിനീതിൻ്റെ അമ്മ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുകയാണ്. അത് കേട്ടത് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് കാവേരി നിവിന്. പയ്യൻ അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വിനീത് ഇവിടേക്ക് വന്നാൽ ചാകുമെന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടെൻഷനോട് കൂടിയിട്ട് നിവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ് കാവേരി. പെട്ടെന്ന് ആ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നിവിനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്രാവശ്യം കല്യാണം മുടങ്ങിയാൽ ചേച്ചിക്ക് താങ്ങാൻ കഴിയില്ല, ചേച്ചിക്ക് മാത്രമല്ല വീട്ടിൽ ആർക്കും താങ്ങാൻ കഴിയില്ല. അപ്പോൾ കാവേരിയുടെ കയ്യിൽ പിടിച്ച് നിവിൻ പറയുന്നുണ്ട്, ഈ കല്യാണം മുടങ്ങില്ല, ഉറപ്പായും ഈ കല്യാണം നടക്കും, ഞാൻ പോയി വിനീതിനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് കാവേരി പെട്ടെന്ന് കൈയെടുത്തിട്ട് സോറി പറയുന്നുണ്ട്, എല്ലാം നന്നായി നടക്കും, പേടിക്കേണ്ട, വീട്ടിലെല്ലാവരോടും പേടിക്കേണ്ട എന്ന് പറ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിനീതിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതേസമയം അങ്ങനെ ശാരദ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മേ, വിനീതേട്ടൻ ഉടനെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് പറയണം. കാവേരി ഗംഗയുടെയും മുത്തശ്ശിയുടെയും ശാരദയുടെയും യമുനയുടെയും കരയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വിനീതിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിവിൻ പോയതാണെന്ന് പറയണം. എന്താ ശാരദ ഇതുവരെ വിനീതിനെ കാണാത്തത്? എനിക്കറിയത്തില്ല അമ്മേ എന്ന് ശാരദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ വരും, നീ വിഷമിക്കാതെ. യമുന ചോദിക്കാൻ, ചേച്ചി ഈ കല്യാണം നടക്കില്ലേ? കാവേരിയും ശാരദയും കൂടി ദേഷ്യത്തോട് കൂടിയിട്ട് യമുനയെ നോക്കുകയാണ്. ഗംഗയും മുത്തശ്ശിയും വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. കാവേരി പറയാണ്, 10 മിനിറ്റിനുള്ളിൽ വിനീതേട്ടൻ ഇവിടെ എത്തും. മുത്തശ്ശി പറയുന്നുണ്ട്, മുഹൂർത്തം കഴിയാൻ ഇനിയും 15 മിനിറ്റേ ഉള്ളൂ. കണ്ണ് നിറഞ്ഞുകൊണ്ട് ഗംഗ അങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരില്ല അമ്മേ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കാവേരി ചേച്ചി എന്ന് വിളിക്കുകയാണ് യമുന. അങ്ങനെ കണ്ണ് നിറഞ്ഞ ശാരദ ചോദിക്കുകയാണ്, ഇവൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? കാവേരി പറയുന്നുണ്ട്, അമ്മയെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് കാവേരി ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഗംഗ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ലടി. ഈ സമയം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ജയപാലൻ. എല്ലാവരും ജയപാലനെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് വന്ന ജയപാലൻ ചോദിക്കുന്നുണ്ട്, ശാരദ എന്താ ഇത്? കല്യാണമാണോ നമ്മുടെ ഗംഗയുടെ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. കാവേരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ കല്യാണത്തിന് വിളിക്കാൻ തോന്നുമോ? ഒരു ചേട്ടൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയണം. എന്താ ഇത്? കല്യാണമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വെറുതെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണോ? കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പയ്യൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയപാലൻ പറയാണ്, വിനീതിൻ്റെയും ഗംഗയുടെയും കല്യാണം നടന്നാൽ ആദ്യം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ശാരദ അങ്ങനെ വല്ലാതെ ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരിയെ പറയണത് നോക്ക്. കാവേരിയെ തടഞ്ഞു അങ്ങനെ ഇതാക്കിക്കൊണ്ട് ശാരദ പറയണ, കാവേരിയാണെങ്കിൽ ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ നിങ്ങളോട് എന്തിനാ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശാരദ കാവേരിയോട് മിണ്ടാതെ നിൽക്കടി എന്ന് പറയണേ. ചേട്ടനല്ലേ പറഞ്ഞത്, ചേട്ടനും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന്, പിന്നെ ഞാൻ എങ്ങനെ വന്ന് ജയപാലേട്ടനെ വിളിക്കും? അന്ന് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോയതല്ലേ? അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇയാളുടെ മുഖത്ത് നോക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാൾ ചെയ്ത ദ്രോഹം ഓർക്കുമ്പോൾ മുഖത്ത് നോക്കാൻ തോന്നുമോ? മിണ്ടാതെ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് ശാരദ വീണ്ടും വഴക്ക് പറയുന്നുണ്ട്. മോളെ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ആരാണെന്ന് എൻ്റെ കൂട്ടുകാരൻ അരവിന്ദൻ അറിയാം. അവൻ്റെ വീട്ടിലൊരു വിശേഷം നടന്നാൽ ആര് വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. ഇപ്പോൾ ഞാൻ എങ്ങനെയാ ഇറങ്ങിയത് എന്നാണ് വിചാരിക്കുന്നത്? ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാ, അപ്പോഴാണ് ഞാൻ കാണുന്നത് കല്യാണ വേഷത്തിൽ ഗംഗയെ. ഇതിൽ നിന്നും എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ തന്നെയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്, ഒരു അരവിന്ദൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ വീണ്ടും ഒരു ചേട്ടൻ അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, ചെറുക്കം വരുമോ ഇല്ലയോ? ഇതൊക്കെ കേട്ട് ജയപാലൻ ചോദിക്കുകയാണ്, എന്താ ശാരദ ഇതെല്ലാം? വിനീത് വന്നില്ലേ? ഒരു ചേച്ചി പറയുന്നുണ്ട്, പയ്യൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്, പയ്യൻ വരില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്താ ശാരദ ഇത് എന്ന് ജയപാലൻ വീണ്ടും ചോദിക്കുമ്പോൾ കാവേരി പറയാണ്, വിനീതേട്ടൻ ഇപ്പോൾ വരും, നിങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കും. മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ എൻ്റെ പേരക്കുട്ടിയാണ്, ഞാനാ പറയുന്നത്, അവൻ ഉടനെ തന്നെ വരും. ഒരാൾ പറയുന്നുണ്ട്, മുഹൂർത്തം കഴിയാറായി, ഇതുവരെ പയ്യൻ വന്നിട്ടില്ല, കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ജോലി നോക്കി പോകാമായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജയപാലിന് ഇത്തിരി സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ മറ്റെല്ലാവരും കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കാവേരി ദേഷ്യത്തോട് കൂടിയിട്ട് ജയപാലിനെ നോക്കുന്നുണ്ട്. ഒരാൾ പറയാണ്, ശാരദ ഒരു ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ നിങ്ങളുടെ മകള്,
നിശ്ചയം നടത്താമെന്ന് വെച്ചാൽ അതും മുടങ്ങിപ്പോകുന്നു, കല്യാണം നടത്താമെന്ന് വെച്ചാൽ അതും മുടങ്ങിപ്പോകുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണോ 4ാമത്തെ പ്രാവശ്യമാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ് ജയബാലൻ. കാവേരി പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കും, അതുവരെ കാത്തിരിക്കാൻ പറ്റാത്തവർക്ക് തിരിച്ചു പോകാം എന്ന് പറയണേ. ഇത് കേട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഈ പറയുന്നത്, ഇങ്ങനെയാണോ വിളിച്ചു വരുത്തിയവരോട് സംസാരിക്കേണ്ടത്? അങ്ങനെ ആളുകൾ ബഹളം വെക്കണം. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കണ ഗംഗ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ട് ഗംഗയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ജയബാലൻ പുഞ്ചിരിച്ച് എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണേ. ശാരദ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ജയബാലൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ആ നിശ്ചയം നടത്താമെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേട്ടോ ശാരദേ? ഇപ്പോൾ നോക്ക്, നാട്ടുകാരൊക്കെ എന്താ പറയുന്നതെന്ന്. നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമായിരുന്നോ? കുടുംബത്തിലുള്ള പയ്യനെ ഇവളെ കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇവളെ ഇനി കിട്ടും? ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വാക്ക് കേൾക്കാൻ നീ തയ്യാറായോ? ഇപ്പോൾ കണ്ടോ ആർക്കാ നഷ്ടം? അന്ന് നീ പറഞ്ഞ് വിനീത് ഗംഗയെ കല്യാണം കഴിക്കുമെന്ന്, ആരോടും പറയാതെ കല്യാണം വരെ എത്തിച്ചു. എന്നിട്ട് കല്യാണ പയ്യൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ പോകുന്നു. കാവേരി പറയുന്നുണ്ട്, അമ്മ കരയാതെ, യമുന അമ്മയെ നോക്ക് എന്ന് പറഞ്ഞിട്ട് യമുനെ ഏൽപ്പിക്കുന്നുണ്ട്. ചേച്ചി ശ്രദ്ധിക്കണം. അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ജയബാലനെ ഒന്ന് നോക്കിയിട്ട് കാവേരി വിനീതിനെയും നിവിനെയും മാറി മാറി വിളിക്കണം. അവർ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ശാരദയുടെ അരികിലേക്ക് വന്നിട്ട് തിരുമേനി പറയുന്നുണ്ട്, മുഹൂർത്തം കഴിയാൻ ഇനി 5 മിനിറ്റ് കൂടിയുള്ളൂ, പയ്യൻ വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ യമുന പറയണം, തിരുമേനി ഒന്ന് ക്ഷമിക്കുക, ഉടനെ വരും എന്ന് പറയുന്നുണ്ട്. പയ്യൻ വരും എന്ന് പറയുന്നു, പക്ഷേ പയ്യനെ കാണുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, കാവേരി വിനീതിനെ ഒന്ന് വിളിക്കുക. കാവേരി പറയുന്നുണ്ട്, ഫോൺ വിളിച്ചാൽ എടുക്കണ്ടേ മുത്തശ്ശി? ജയബാലൻ ആ സമയത്ത് പറയണേ, ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഞാൻ അതൊന്ന് പറഞ്ഞതുമാണ് ശാരദ. എൻ്റെ വാക്ക് കേൾക്കാതെ നിൻ്റെ മക്കളുടെ നിൻ്റെ ഈ മോളുടെ വാക്ക് കേട്ട് തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയായല്ലോ നിനക്ക്. അങ്ങനെ ജയബാലൻ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ ഗംഗയുടെ അരികിലേക്ക് ചെന്ന്, നിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ ഗംഗ എന്നിങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയാണ് ശാരദ. അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കയ്യിലേക്ക് പിടിക്കുകയാണ് കാവേരി. ഗംഗ ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കാവേരി പറയുന്നുണ്ട്, ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, വിനീത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേട്ട് ജയബാലൻ ചോദിക്കുകയാണ്, അമ്മേ എങ്ങനെ വരും അവൻ്റെ അമ്മയെ വേണ്ടാന്ന് വെച്ചിട്ട് അവൻ വന്ന് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുമോ? സുജാതയെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ മകള് തന്നെയല്ലേ. ഒരു കാര്യത്തിൽ ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ അവൾ അതിൽ നിന്ന് മാറത്തില്ലല്ലോ. ഒരു നിശ്ചയം മുടങ്ങിയപ്പോഴേ ഗംഗയെ കെട്ടാൻ ആരും വന്നില്ല. നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നത്. അതാ 2ാം കെട്ടുകാരനായാലും കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ ആ വിവാഹാലോചനയുമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ എന്തായി? 2 നിശ്ചയം മുടങ്ങിപ്പോയി. ഇതേ ഇപ്പോൾ കല്യാണവും മുടങ്ങിപ്പോകുന്നു. ഇനി ഗംഗയുടെ ഭാവി എന്താവും? ഇപ്പോൾ ഇതേ മുറച്ചെറുക്കൻ കെട്ടാമെന്ന് പറഞ്ഞു വന്നിട്ട് കല്യാണം മുടങ്ങി. ഇനി ആരെങ്കിലും വരുമോ? നന്നായിട്ടുണ്ട്. ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരി പറയണം, ഇതൊക്കെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? മിണ്ടാതെ അവിടെ നിന്നോളണം. കല്യാണത്തിന് വന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്, കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് നമ്മുടെ ജോലി നോക്കി പോകാം. അങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങുക കേട്ടോ. അങ്ങനെ എല്ലാവരെയും തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശിയും ശാരദയും യമുനയും കാവേരി എല്ലാവരും ഇങ്ങനെ നിങ്ങൾ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ജയബാലൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഒക്കെ പോകാനായിട്ട് നോക്കണം. ജയബാലിന് ഭയങ്കര സന്തോഷമാണ്. കുറേ ആളുകളൊക്കെ ഇങ്ങനെ മടങ്ങി പോവുകയാണ്. ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയാണ് ഗംഗ. ആളുകളെ എല്ലാവരെയും തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണ് മുത്തശ്ശിയും ശാരദയും കാവേരിയും നിള യമുന എല്ലാവരും. അവരുടെ ഒപ്പം ജയബാലനും കൂടുന്നുണ്ടെങ്കിലും അയാളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല. അയാൾ ഇങ്ങനെ വെറുതെ നിങ്ങൾ പോവല്ലേ എന്നൊക്കെ ഒരു കൂളായിട്ട് ഇങ്ങനെ പറയാണ്. ഈ സമയം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഗംഗ ആ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊക്കത്തിലാണ് കേട്ടോ, എത്രയും ഉയരത്തിലാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു കൊക്കയാണ്, താഴ്ചയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇനി ജീവിതം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സമയം റോഡിലൂടെ ക്ഷേത്രത്തിലേക്ക് ഓടി വരികയാണ് വിനീത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ വിനീത് ഓടി വരുന്നതാണ് കാണിക്കുന്നത്. അതായത് ഗംഗ ഇനി മരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ കൊക്കയുടെ അറ്റത്ത് അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവരിങ്ങനെ കൈയും കാലും പിടിക്കുന്നതൊക്കെ തിരിഞ്ഞു നോക്കണം. പക്ഷെ ആരും കാണുന്നില്ല ഗംഗ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. അപ്പോൾ വിനീത് ഇങ്ങനെ ഓടി വരികയാണ്. ഗംഗ വിഷമത്തോട് കൂടിയിട്ട് ശാരദയും അനുജത്തിമാരെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും പേടിയുണ്ട്, അതിലേക്ക് ചാടാനൊക്കെ പേടിയുണ്ട്. എന്നാലും അവിടേക്ക് തന്നെ പോയി നിൽക്കണം. അപ്പോൾ ഈ സമയത്താണ് ബൈക്കിൽ വിനീതിൻ്റെ വീട്ടിലേക്ക് നിവിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ വെച്ച് നിവിനും വിനീതും കൂടി കാണുന്നുണ്ട്. നിവിനെ എന്ന് വിളിച്ച് ക്ഷീണത്തോട് കൂടിയിട്ട് ബൈക്കിലേക്ക് വരികയാണ് വിനീത്. നിവിൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഓടുന്നത്? കല്യാണത്തിനാണെന്ന് വിനീത് പറയുമ്പോൾ എന്ത് പറ്റി, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇതെന്താ ഈ വേഷത്തിൽ എന്ത് നനഞ്ഞു കുതിർന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പിന്നെ പറയാം, വേഗം ക്ഷേത്രത്തിലേക്ക് വിട്ടോ എന്ന് പറയണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗ കൊക്കയിലേക്ക് നോക്കി കണ്ണടച്ചിങ്ങനെ നിൽക്കുകയാണ്.
ആരും ഗംഗയെ നോക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഈ ആളുകൾ പോകുന്നത് തടയാനായിട്ട് നോക്കണം. അപ്പോൾ ഗംഗ കൊക്കയിലേക്ക് ചാടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗംഗയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഒരു കൈ ഇങ്ങനെ വന്ന് പിടിക്കുകയാണ്. പെട്ടെന്ന് ഗംഗ തല തിരിച്ച് നോക്കുമ്പോൾ വിനീതിനെ കണ്ട് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിൽക്കണം. വിനീത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഗംഗയെ നോക്കുന്നുണ്ട്. ഗംഗ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വിനീത് ഗംഗയുടെ കയ്യും പിടിച്ച് എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ കണ്ണ് നിറഞ്ഞ് സ്നേഹത്തോട് കൂടിയിട്ട് വിനീതിനെ തന്നെ നോക്കിക്കൊണ്ട് വിനീതിൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ വരികയാണ് ഗംഗ. അപ്പോൾ അപ്പോഴും ആളുകൾ ഇതൊന്നും കാണുന്നില്ല. ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന കാവേരി ഇങ്ങോട്ടേക്ക് തിരിയുന്ന സമയത്താണ് ഗംഗയുടെ കൈയും പിടിച്ച് വരുന്ന വിനീതിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ വിശ്വസിക്കാനാവാതെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് യമുനയാട്ടോ കാണുന്നത്. യമുന ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ദേ നോക്കി കാവേരി ചേച്ചി, ദേ നോക്കി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ കാവേരി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. അപ്പോൾ വിനീതാണെങ്കിൽ ഗംഗയുടെ കൈ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ശാരദയും കാവേരിയും നിളയും മുത്തശ്ശിയും എല്ലാം ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ആളുകളൊക്കെ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ജയപാലൻ ഞെട്ടി നിൽക്കുകയാണ്. മുത്തശ്ശിയും ശാരദയും കാവേരി യമുനയും നിളയും എല്ലാം കൂടി അവരുടെ അരികിലേക്ക് ഓടി ചെന്നിട്ടുണ്ട്. നിളമോളാണെങ്കിൽ വിനീതിനെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ അവരുടെ പുറകെ മെല്ലെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ജയപാലനും. വിനീതേട്ട എന്ന് വിളിച്ചുകൊണ്ട് നിള വിനീതിനെ കെട്ടിപ്പിടിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എടാ നിൻ്റെ കല്യാണത്തിന് ഇപ്പോഴാണോ വരുന്നത്? അമ്മമ്മയുടെ മകൾ എന്നെ വിരട്ടല്ലേ, എല്ലാം ഒന്നും അവസാനിപ്പിച്ചിട്ട് വരാൻ ഒരുപാട് സമയമെടുത്തു, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി എന്ന് യമുന പറയുമ്പോൾ വിനീത് പറയണം, ഞാൻ ഒരുപാട് ശ്രമിച്ചു പെട്ടെന്ന് ഇവിടേക്ക് വരാൻ, പക്ഷേ കഴിഞ്ഞില്ല. നിവിൻ പറയുന്നുണ്ട്, വിനീത് മുഹൂർത്തത്തിന് ഇനിയും അധികം സമയമില്ല, പെട്ടെന്ന് വാ. അങ്ങനെ ജയപാലൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കാവേരി പറയുന്നത്, അയ്യോ ഒരു മിനിറ്റ് അങ്കിൾ പോവുകയാണോ? ജയപാലൻ അങ്കിളുടെ പ്രിയ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് അങ്കിളില്ലാതെ എങ്ങനെയാ? വാ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ. അങ്ങനെ കാവേരി പിടിച്ച് വലിച്ചിങ്ങോട്ട് ജയപാലനെ കൊണ്ടുപോകുക കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ ഗംഗയുടെയും നിളയുടെയും ഒക്കെ കയ്യിൽ പിടിച്ച് അവരുടെ ഒപ്പം പോവുകയാണ് വിനീത്. സന്തോഷത്തോടു കൂടിയിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് ഇരിക്കുകയാണ് വിനീതും ഗംഗയും. അപ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. അതായത് വിനീത് വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇനി കല്യാണം മുടങ്ങിയില്ലല്ലോ എന്നുള്ള. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു സങ്കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജയപാലനാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ്. വിനീത് പുഞ്ചിരിച്ച് ഗംഗയെ നോക്കുകയാണ്. നിവിൻ പതിയെ ജയപാലനോട് പറയുന്നുണ്ട്, അമ്മാവൻ കൊണ്ടുവന്ന ചെക്കനേക്കാളും എത്ര നല്ല ചെറുക്കനെയാണ് ഇപ്പോൾ ഗംഗയ്ക്ക് കിട്ടിയത്. ജയപാലൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് നിവിനെ നോക്കുന്നുണ്ട്. ഗംഗയും ഇടയ്ക്കിടയ്ക്ക് വിനീതിനെ നോക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ പതിയെ വിനീതിനോട് പറയണം, അധികം തീയുടെ അരികിലേക്കൊന്നും നിൽക്കണ്ട, ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് മറന്നു പോകരുത് എന്ന് പറയണം. ഇത് കേട്ട് ഞെട്ടി വിനീതിനെ നോക്കുകയാണ് കാവേരി. വിനീത് ഒന്നുമില്ല കാവേരി എന്ന് പറയുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, വിനീതിൻ്റെ അമ്മ കല്യാണത്തിന് വരാതിരിക്കാനായിട്ട് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചു, അതുപോലെ കുറച്ച് മണ്ണെണ്ണ വിനീതിൻ്റെ ദേഹത്തേക്കും ഒഴിച്ചു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അതായത് സംഭവം നിവിൻ പറയുന്നുണ്ട്, വിനീതിൻ്റെ അമ്മ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെ ഉപയോഗിച്ചിട്ടാണ് വിനീത് കല്യാണത്തിന് വരാൻ പറ്റിയത്. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുജാതയും ഗീതയും മണ്ണെണ്ണ ഒഴിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ വിനീത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ട് ആ മണ്ണെണ്ണ എടുത്ത് തൻ്റെ മേലേക്ക് ഒഴിച്ചു. നീ എന്താടാ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സുജാതയും ഗീതയും വിനീതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും ചെയ്യലേടെ എന്ന് പറഞ്ഞ് കൈ കൂപ്പി കരയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, ഇതേ നോക്ക് അമ്മേ, അമ്മയുടെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ, ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ തീ കൊളുത്തി ഞാൻ ചാകും, വേണ്ട എന്ന് പറഞ്ഞ് കൈ കൂപ്പി കരയാണ് സുജാതയും ഗീതയും. വിനീത് പറയുന്നുണ്ട്, അമ്മയെ വിഷമിപ്പിക്കണമെന്നോ കരയിപ്പിക്കണമെന്നോ ഒന്നും എനിക്കില്ല, എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേ, എന്നെ ഒന്ന് മനസ്സിലാക്കി. ചെറിയ പ്രായം മുതലേ അമ്മയും അമ്മാവനും ഗംഗ എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞു, അമ്മാവൻ എനിക്ക് ഗംഗയെ തരില്ല എന്ന് പറയുന്നത് മാത്രമാണ് അമ്മയുടെ ഓർമ്മയിൽ. പക്ഷേ ഗൾഫിൽ നിന്നും എന്നെ വിളിച്ച് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന അമ്മാവനെ എനിക്ക് മറക്കാൻ കഴിയില്ല. നാട്ടിൽ വരുമ്പോൾ അമ്മാവൻ്റെ മക്കളുടെ ഒപ്പം നാട് കാണിക്കാനായി എന്നെയും കൊണ്ടുപോകുമായിരുന്നു. അമ്മാവൻ്റെ മക്കൾക്ക് കൊണ്ടുവരുന്ന സമ്മാനങ്ങളുടെ ഒപ്പം എനിക്കും സമ്മാനങ്ങൾ കൊണ്ടുവരും. എനിക്ക് തയ്യൽ കട ഇട്ട് തന്നത് അമ്മാവനാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്ത ആ അമ്മാവൻ മാത്രമേ ഉള്ളൂ. അമ്മാവൻ്റെ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ, ഒന്നുകിൽ തീ കൊളുത്തി ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോകും. അങ്ങനെ സുജാതയെയും ഗീതയും ഭീഷണിപ്പെടുത്തി അവരുടെ സമ്മതത്തോടു കൂടി, അതായത് അവരുടെ മൗനസമ്മതം, അവരൊന്നും പറയുന്നില്ല. പിന്നെ അങ്ങനെ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വിനീതിനെയും ഗംഗയും നോക്കുകയാണ് ശാരദയും മുത്തശ്ശിയും കാവേരിയും യമുനയും നിളയും എല്ലാം. ജയപാലൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവരങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ കയ്യിലേക്ക് താലി എടുത്ത് കൊടുക്കുന്നുണ്ട് വിനീത്. താലി എടുത്തിട്ട് പറയണ, ഗംഗയുടെ ഇഷ്ടം പോലെ ഞാൻ എന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം, നീ മനസ്സറിഞ്ഞ് എന്നെ സ്വീകരിക്കണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിനീതിൻ്റെ തോളിൽ തട്ടി മുത്തശ്ശി പറയുന്നുണ്ട്, എടാ മുഹൂർത്തം ഇപ്പോൾ കഴിയാൻ താലി കെട്ട് എന്ന് പറയാണ്. അങ്ങനെ വിനീത് സന്തോഷത്തോട് കൂടിയിട്ട് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. കണ്ണടച്ചിരിക്കുകയാണ്. ഗംഗ കരയാട്ടോ. എല്ലാവരും പൂക്കളൊക്കെ അവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇടുമ്പോൾ
വരുമ്പോൾ ജയബാലൻ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജയബാലൻ്റെ കയ്യിൽ കുറച്ച് പൂക്കൾ കൊടുത്തുകൊണ്ട് അവരുടെ മേലേക്ക് ഇടിയിക്കുകയാണ് കാവേരി. ഗംഗ വിനീതിൻ്റെ കഴുത്തിലേക്ക് ഹാരം അണിയിക്കുകയും വിനീത് ഗംഗയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ഹാരം അണിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിനീത് കുങ്കുമം എടുത്ത് ഗംഗയുടെ നെറ്റിലേക്ക് തൊട്ട് കൊടുക്കുകയാണ് ഒക്കെ ചെയ്യട്ടെ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. വിനീത് ഗംഗയും ശാരദയുടെയും മുത്തശ്ശിയുടെ ഒക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. കാവേരി ജയബാലൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് അവരോട് പറയണതേ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നന്നായിട്ടൊന്ന് അനുഗ്രഹിച്ചേക്ക് അങ്കിളെ എന്നൊക്കെ പറയണം. അവർ രണ്ടുപേരും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ അവരുടെ തലയിൽ കൈവെക്കുകയാണ് ജയബാലൻ. അപ്പോൾ വിനീതും ഗംഗയും ജയബാലൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം അങ്ങനെ വാങ്ങുകയാണ്. ദേഷ്യത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാവേരി പറയുന്നുണ്ട് അങ്കിളെ അനുഗ്രഹിക്കും, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഗംഗയും വിനീതും പുഞ്ചിരിച്ച് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് പോവുകയാണല്ലോ. അപ്പോൾ വിനീതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഗംഗ പോകുന്നത് എന്ന് കണ്ടപ്പോൾ അതെന്തിനാ വിനീതേട്ടൻ്റെ കൂടെ പോകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് കരയാണ് നീള. ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലാണ് താമസിക്കുക എന്ന് പറയുമ്പോൾ ആകെ പൊട്ടി കരയാണ് നീള. അങ്ങനെ വിനീതിൻ്റെ കൂടെ നിവിൻ്റെ കാറിൽ കയറിയിട്ട് പോവുകയാണ് ഗംഗ. അപ്പോൾ അത് നോക്കി വളരെ സങ്കടപ്പെട്ട് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ടാണ് ഗംഗ പോകുന്നത്. വളരെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ഗംഗയും. ഗംഗ പോകുന്നത് വളരെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുക. അപ്പോൾ മുത്തശ്ശിയും ശാരദയും പറയുന്നുണ്ട് നീ കൂടി ചെല്ല് കാവേരി എന്ന് പറഞ്ഞിട്ട് കാവേരി കൂടെ അവരുടെ കൂടെ പറഞ്ഞേക്കുന്നുണ്ട്. അതായത് ഗംഗയെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ അവർക്കൊരു പേടി. അപ്പോൾ കാവേരിയും കൂടിയിട്ടാണ് ഗംഗയെ കൊണ്ടുപോയി ആക്കാനായിട്ട് സുജാതയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറിയായിട്ട് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും.